ഓം നമ ശിവായ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ വളരെ രാവിലെ തന്നെ, അതായത് ഏകദേശം 4 മണിയോടുകൂടി ഒരു പ്രശ്നരാശി ചിന്തനം ചെയ്യേണ്ടതുണ്ടായി. ഇന്ന് 6/4/2026 രാവിലെ 4 മണിക്കാണ് ആ പ്രശ്നരാശി നമ്മൾ വയ്ക്കുന്നത്. ഈ രാശിപ്രകാരം ഒരു 10 നാൾക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം വളരെ വലിയ പുരോഗതികളും ജീവിത വിജയവും വരാൻ പോവുകയാണ്. വരാൻ പോകുന്ന വലിയ സംഭവങ്ങളെക്കുറിച്ചാണ്, നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ നിത്യപ്രാർത്ഥനയിൽ ഗുരുപൂജയിലൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എന്നുള്ള ഗുരു അറിയിക്കുകയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രഭാതം പ്രകൃതിയുടെ നിശബ്ദതയിൽ ഗ്രഹങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിന്തനം ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ സാമ്പത്തികവും ആത്മീയവുമായ വഴികൾ തുറന്നു കാണാൻ നമുക്ക് ഒരു പരിശ്രമം നമുക്ക് ഈ വീഡിയോയിലൂടെ നടത്താം. ഈ സമയത്തെ ഗ്രഹനിലയുടെ സാരാംശം ഇതാണ്. ചന്ദ്രൻ സ്ഥിരത നേടുന്ന അവസ്ഥയിലാണുള്ളത്. ശുക്രൻ ഐശ്വര്യവും ബന്ധങ്ങളും നൽകുന്നു, അവയെ ശക്തിപ്പെടുത്തുന്നു. ഗുരു ധനഭാഗ്യത്തിന് അനുകൂലമായ സ്ഥിതിയിലാണുള്ളത്. ശനി കഠിനമായ പരിശ്രമങ്ങൾ ആവശ്യപ്പെടുന്ന സമയമാണ്, പക്ഷേ ആ പരിശ്രമത്തിന് ഫലവും ഉണ്ടാകും. അതിനാൽ ശ്രമിക്കുന്നവർക്ക് എല്ലാം നേട്ടമുറപ്പുള്ളൊരു സമയമാണ് കാണിക്കുന്നത്. ക്ഷമയുള്ളവർക്ക് സമൃദ്ധി ഉറപ്പായും ലഭിക്കും. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, പൊതുവെ പറയുകയാണെങ്കിൽ തുടക്കങ്ങളൊക്കെ തന്നെ വിജയകരമായിരിക്കും. പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സഹായവും പിന്തുണയും എല്ലാവർക്കും ലഭിക്കുന്നൊരു കാര്യമാണ്. പ്രണയത്തിൽ പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും ഉള്ള സാധ്യതയാണ് കാണുന്നത്. ചെറിയ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പലർക്കും ഉണ്ടായേക്കാം. അത് നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതുവെ പറയാം, ആദ്യത്തെ 3 മാസക്കാലം സാമ്പത്തികമായ പുരോഗതിയായിരിക്കും. 6 മാസം കഴിഞ്ഞ് അതിന് ഫലപ്രാപ്തി ഉണ്ടാകും. 1 വർഷം സ്ഥിരമായ വരുമാനവും എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വേഗമല്ല, സ്ഥിരതയാണ് ഈ വർഷത്തിൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത്. കുടുംബത്തിൽ പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സഹിഷ്ണുതയോടുകൂടി തന്നെ അതിനെ സമീപിക്കണമെന്നാണ് പറയാനുള്ളത്. പ്രണയവും വിവാഹവും ചിന്തിച്ചാൽ ഒറ്റപ്പെട്ടവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പഴയ ബന്ധങ്ങൾ പുതുങ്ങി വരാം. അതുപോലെ തന്നെ വിവാഹയോഗം ശക്തമായ ഒരു സമയവുമാണ്. ഓഗസ്റ്റ് ഡിസംബർ മാസങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഐശ്വര്യപ്രദമായൊരു സമയമാണ്. ഭൂമി, വീട്, വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബത്തിൽ വലിയ സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിത സാഹചര്യം ചിലപ്പോൾ അനിശ്ചിതത്വവും പക്ഷേ ദിശ ശരിയായതുമായിരിക്കും. ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ മാനസികമായ സമ്മർദ്ദം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഉറക്കം, ഭക്ഷണം ഇവയിലൊക്കെ ഒരു നിയന്ത്രണം പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. 1-2 ഉപദേശങ്ങൾ പറയുകയാണെങ്കിൽ ധൈര്യം, ക്ഷമ ഇതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായ കാര്യമെന്ന് ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുതെന്നാണ് പറയുന്നത്. ഗ്രഹങ്ങൾ നിങ്ങളെ വഴികാട്ടും, സംശയമില്ല. പക്ഷേ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പ്രശ്നരാശി നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: ജീവിതം ഒരു പരീക്ഷണമല്ല, അതൊരു യാത്രയാണ്. ശ്രമിക്കുന്നവർക്ക് ഗ്രഹങ്ങളും കൈകോർത്ത് അനുഗ്രഹം നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ അവസാനമായി പരിശോധിക്കാം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഈ പ്രശ്നചിന്ത കൊണ്ട് പ്രയോജനമുണ്ടാകുക എന്നുള്ളതാണ്. ഒന്നാമതായി പറയാം, അശ്വതി നക്ഷത്രമാണിത്. അശ്വതി നക്ഷത്രത്തിന് വരാനുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ വലിയ വിജയം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയതായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളെ തേടി വരുമെന്ന് കാണുന്നു. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. സഹായവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയാണ് പ്രണയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഉള്ളത്. ആരോഗ്യപരമായ കാര്യങ്ങൾ ഐശ്വര്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സമ്മർദ്ദം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. രണ്ടാമതായി വരുന്നത് ഭരണി നക്ഷത്രമാണ്. ധൈര്യവും തീരുമാനശേഷിയും ഉയരുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. നിക്ഷേപങ്ങളിലും പുരോഗതി ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്.
വിവാഹ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് പൊതുവെ ഈ വിവാഹിതരാകാത്ത ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മൂന്നാമതായി വരുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയുടെ സ്വഭാവമെന്ന് പറയുന്നത് അഗ്നിയുടെ സ്വഭാവമാണ്. ശക്തമായ മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക. സാമ്പത്തിക കാര്യങ്ങൾ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ജീവിതം പ്രാധാന്യത്തോടെ വർദ്ധിച്ച് പുരോഗതിയിലേക്ക് പോകുന്നൊരു കാലഘട്ടമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്. വീണ്ടും നമുക്ക് പറയാനുള്ളത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ ഇന്നത്തെ പ്രശ്നചിന്തയിൽ നാലാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. സമൃദ്ധിയുടെ നക്ഷത്രമാണ് രോഹിണി. ഐശ്വര്യം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും. വീട്, വാഹനം ഇവയൊക്കെ പുതുതായി വന്നു ചേരാനോ വാങ്ങാനോ ഒക്കെയുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. പ്രണയകാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ സ്ഥിരതയുള്ള ബന്ധമാണ് നിങ്ങൾക്കുള്ളത്. അഞ്ചാമതായി വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകയിര നക്ഷത്രമാണ്. ബുദ്ധിയും തന്ത്രവും ഇവർക്ക് എന്നും കൂട്ടായി ഉണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങൾ വലിയ വിജയമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ടെക്നോളജി, ക്രിയേറ്റീവ് മേഖല ഈ രംഗങ്ങളിലൊക്കെ തന്നെ വലിയ പുരോഗതിയും അംഗീകാരവും നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു 3D ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം പ്രത്യേകം ഉണ്ടാകുമെന്നുള്ളത് ശ്രദ്ധിക്കുക. വീണ്ടും വരാം. ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. ആത്മവിശ്വാസത്തിൻ്റെ മൂർത്തിമത്ഭാവമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. കുടുംബത്തിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. മിതമായ വളർച്ചയാണ് സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്. എങ്കിലും പൊതുവെ നിങ്ങൾക്ക് വളർച്ച തന്നെയാണുള്ളത്. നമ്മൾ ഈ പ്രശ്നരാശിയിൽ കാണുന്ന ഏഴാമത്തെ നക്ഷത്രം പൂയമാണ്. ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങളിൽ ഒന്നാണിത് എന്ന് ശ്രദ്ധിക്കുക. ഐശ്വര്യവും സമ്പത്തും തീർച്ചയായും ഈ നക്ഷത്രക്കാരെ തേടി വരും. വിവാഹത്തിന് യോഗമുണ്ട്. അത് സുഭഗയോഗവുമാണ്. ഏറ്റവും ഐശ്വര്യവും സമ്പത്തും ഒക്കെയുള്ള നല്ല സുഭഗയായ ഒരു ഭാര്യയെ സിദ്ധിക്കാനുള്ള യോഗം ഈ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷമുണ്ട്. വീണ്ടും വരാം. എട്ടാമതായി കാണുന്നത് ഉത്രം നക്ഷത്രമാണ്. നേതൃപരമായ കാര്യങ്ങൾ കുടുംബപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടായാലും സാമൂഹ്യപരമായിട്ടായാലും ഉത്തര നക്ഷത്രക്കാരാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് നേതൃത്വപരമായ ഗുണവിശേഷങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് കാണുന്നത്. സാമ്പത്തികമായി മെച്ചമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന പദവി ഏതാണോ അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾ പോകുമെന്നും കാണുന്നുണ്ട്. വീണ്ടും പരിശോധിച്ചാൽ നമ്മൾ ഈ ഒൻപതാമതായി കാണുന്നത് അവിട്ട നക്ഷത്രമാണ്. കഴിവും കൈപുണ്യവും നിങ്ങൾക്കെന്നും ഉണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കോടീശ്വര യോഗം എന്നൊക്കെ പറയാവുന്ന രൂപത്തിലാണത് കാണുന്നത്. ഫ്രീലാൻഡ്, നയതന്ത്ര മേഖല ഇതിലൊക്കെ തന്നെ വലിയ പുരോഗതി ഉണ്ടാകുമെന്നും കാണുന്നുണ്ട്. പത്താമതായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് അനിഴ നക്ഷത്രമാണ്. ഈ അനിഴ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും. ബന്ധങ്ങളും നെറ്റ്വർക്കുകളും നിങ്ങൾക്ക് വലിയ പുരോഗതി കൊണ്ടുതരും. കൂട്ടുകെട്ടിലൂടെയാണ് നിങ്ങൾക്ക് ലാഭമുണ്ടാകുമെന്ന് കാണുന്നത്. സമഗ്രമായി പരിശോധിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 10 നക്ഷത്രങ്ങൾക്കാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മൾ ഈ നിത്യ പ്രശ്നചിന്തയിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. തുടർന്നും ദിവസങ്ങളിൽ നമ്മൾ പ്രശ്നചിന്ത ചെയ്യും. ഇടയ്ക്കൊക്കെ അത് വീഡിയോ രൂപത്തിൽ നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ആർക്കൊക്കെയാണ് ഓരോ രാശി നിൽക്കുന്ന ഓരോ ഗ്രഹങ്ങളുടെ ഓരോ മാറ്റമനുസരിച്ചുള്ള പുരോഗതിയും അധോഗതിയും ഒക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും ചാനലിനോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.